എന്നിട്ട് ചെയ്തത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേയില്ല. ആദ്യത്തെ പ്രഖ്യാപനം. 2 ദിവസം കഴിയുമ്പോ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. പിന്നെയും 2 ദിവസം കഴിഞ്ഞു നിലപാട് വീണ്ടും മാറുകയാണ്. ഞാൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അഴിമതിക്കെതിരെ സംസാരിച്ചിട്ടുള്ള മനുഷ്യൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വയനാട് ഫണ്ടിന്റെ പിരിച്ച കണക്ക് പോലും പറയാത്ത കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് പോയി ചേക്കേറിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയായിരിക്കും ഏപ്രിൽ മാസം 9-ാം തീയതി ജനങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നത്? രക്തസാക്ഷികൾ നെഞ്ചേറ്റുന്ന പ്രസ്ഥാനമാണ് പയ്യന്നൂരിലെ പ്രസ്ഥാനം. ഇത് ഓക്കയുടെ നാട്, കോറോം രക്തസാക്ഷികളുടെ നാട്, പേരമത്തെ രക്തസാക്ഷികളുടെ നാട്, കഴിവള്ളൂർ രക്തസാക്ഷികളുടെ നാട്, ഞങ്ങളുടെ കലരാജേട്ടന്റെ നാട്. ഈ നാട് വർഗവർദ്ധകനോട് പെരുക്കില്ല എന്നുള്ളത് ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഉത്തരമായിട്ട് മാറും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെയ് മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ പയ്യന്നൂരിലെ ആകാശ നീലിമയിൽ പാറിപ്പിറക്കുന്നത്